ഇന്നത്തെ വിഷയം അങ്ങക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയമാണ്. കാരണം ആഗോള മാറ്റങ്ങൾക്കിടയിൽ ഫെസ്റ്റിവലിൻ്റെ തീം മാറ്റമാണ്. അതിൽ ആഗോള സാമ്പത്തിക മാറ്റങ്ങൾക്കിടയിൽ കേരളം എന്നുള്ളതാണ്. അതിൽ കേരളം എന്നുള്ള വിഷയത്തിനെ കുറിച്ച് ഇന്നത്തെ ദിവസം, പ്രത്യേകിച്ച് ഒരു ബജറ്റ് പ്രസൻറ്റ് ചെയ്ത ദിവസം, അങ്ങ് എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ അങ്ങയിൽ നിന്ന് കൂടുതൽ ഇൻസൈറ്റ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഉള്ള സാമ്പത്തിക കാലാവസ്ഥ, ആഗോള സാമ്പത്തിക കാലാവസ്ഥയെക്കുറിച്ചിട്ടുള്ള ഒരു ടേക്കാണ്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ തുടങ്ങിയാൽ ട്രംപ് 2 ഗവൺമെൻറ്റിൻ്റെ അമേരിക്ക ഫസ്റ്റ് എന്നുള്ള നയം, അത് പല വിധത്തിൽ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സിൽ നിന്നുള്ള പിന്മാറ്റം, എമിഗ്രൻസിൻ്റെ അഗ്രസീവായിട്ട് തിരിച്ചയക്കുന്ന സാഹചര്യം, പിന്നെ WHO എന്നുള്ള പിന്മാറ്റം, ഇതെല്ലാം ഇൻ്റർനാഷണൽ ട്രേഡ് സമവാക്യങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഒരു സത്യം പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിളാണ്. ട്രംപിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്താ അദ്ദേഹം ചെയ്യാൻ പോണെന്നുള്ളത്. അതുകൊണ്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഫേസിലൂടെ ലോകം കടന്നു പോകാൻ പോവുകയാണ്. ഇൻഫാക്റ്റ് നമുക്കൊരു 1930കളിലെ പോലൊരു, ഞാൻ പറയാ, ഒരു ക്രൈസിസിൻ്റെ ന്യൂ ലിബറലിസം ഫേസ് ചെയ്യണം. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. AI അടക്കമുള്ള ന്യൂ ജനറ്റിക്സ്, ഈ സാങ്കേതിക വിദ്യകളുടെ ഉൽപാദനക്ഷമത എത്ര ഉയർന്നതാ, ഫ്രൈറ്റനിങ് ആണ്. പക്ഷെ ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടും ലോകത്തിൻ്റെ ഉൽപാദനം എങ്ങനെ ഇരിക്കണേ? 60-70s ആവറേജിൻ്റെ പാതിയുള്ളൂ ലോക സാമ്പത്തിക വളർച്ച. ഇതാണ് ക്രൈസിസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഉൽപാദന ശക്തിയുടെ ഉൾക്കൊള്ളുന്നതിന് ഈ സാമൂഹ്യ വ്യവസ്ഥ കഴിയുന്നില്ല. ഈ ക്രൈസിസിനോടുള്ള പ്രതികരണമാണ് ട്രംപും അല്ലെങ്കിൽ ഇന്നത്തെ അർജന്റീനയും യൂറോപ്യൻ ഫാർ റൈറ്റും എല്ലാം. ബട്ട് ദർ ഇസ് വൺ ഡിഫറൻസ്. 1930കളിലെ ഫിനാൻസ് ക്യാപിറ്റൽ, ജർമ്മൻ ഫിനാൻസ് ക്യാപിറ്റൽ, അമേരിക്കൻ ഫിനാൻസ് ക്യാപിറ്റൽ, യൂറോപ്യൻ ഫിനാൻസ് ക്യാപിറ്റൽ രാജ്യത്തിൻ്റെ ടാഗോടുകൂടിയായിരുന്നു. ഇത് ട്രംപ് എത്ര അമേരിക്ക ഫസ്റ്റ് പറഞ്ഞാലും ഫിനാൻസ് ക്യാപിറ്റലിന് രാജ്യമൊന്നും, ഇറ്റ്സ് എ ട്രാൻസ്നാഷണൽ തിങ്. അതുകൊണ്ട് ഞാൻ പറയാം, ചെക്കുണ്ട്, ഇറ്റ്സ് എ ലിമിറ്റ് ഇമ്പോസ്ഡ് ബൈ ഫിനാൻസ് ക്യാപിറ്റൽ ഈവൺ ഓൺ ട്രംപ്. അമേരിക്കയിലെ തന്നെ പല പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റും, പോൾ ക്രൂഗ്മാൻ പോലെയുള്ള നൊബേൽ പ്രൈസ് അവർ തന്നെ ട്രംപിൻ്റെ ഈ പോളിസിയെ വളരെ സംശയദൃഷ്ടിയോടുകൂടിയാണ് കാണുന്നത്. അവർ പറഞ്ഞു, ലോകരാജ്യങ്ങളുമായിട്ടുള്ള ട്രസ്റ്റ് കളയാൻ, ഒരു പരസ്പര വിശ്വാസം കളയുന്ന അതാണ് ഈ അൺപ്രഡിക്റ്റബിലിറ്റി എന്ന്. ക്രൂഗ്മാൻ ഉപയോഗിച്ച വാക്ക് തന്നെ ക്രോസിംഗ് ദ റുബിക്കൺ, ലക്ഷ്മണരേഖ പോലും ക്രോസ് ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പം ആ വിധത്തിൽ അവരുടെ നാട്ടിലെ എക്കണോമിസ്റ്റിന് പോലും അതിലൊരു ചെക്ക് ഇടാതിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ലോക ചരിത്രത്തിൽ പല ഡെസ്പോട്ട്സിനെയും കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഉള്ള ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്ലേ ബുക്ക് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പം അതെങ്ങനെ ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇതുവരെയുള്ള ചരിത്രം, എക്കണോമിക് ചരിത്രം എങ്ങനെ അത് കൈകാര്യം ചെയ്യും? അവിടുത്തെ ആളുകൾക്ക്, അവിടുത്തെ ജനാധിപത്യ സെക്ഷൻസ്, വിഭാഗങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ബട്ട് യെറ്റ് ഹി ഗോട്ട് മജോറിറ്റി. യെറ്റ് ഹി ഗോട്ട് ദ മജോറിറ്റി. കാരണം നമ്മളെന്തൊക്കെ പറഞ്ഞാലും അമേരിക്കയിലെ വർക്കിംഗ് സെക്ഷൻസ് നേരിടുന്ന വലിയ പ്രതിസന്ധിയുണ്ട്. ആൻഡ് ട്രംപ് എന്ന് പറയണ്, നിങ്ങളുടെ ജോലി അപരം കട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് ജോലിയില്ലാത്തത്. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാതെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞത് ഇവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ട്രംപിന് ഇന്ന് നല്ല സെക്ഷൻ അമേരിക്ക ഒപ്പമുണ്ട്. ലുക്ക് അറ്റ് ദിസ്. കൈയും കാലും കെട്ടി ബലം കിട്ടും മനുഷ്യന്മാർ പ്ലെയിൻ കയറ്റി വിടുന്നു. 40 മണിക്കൂറെല്ലാം
ഒരു മിലിറ്ററി പ്ലെയിനിൽ എയർ കണ്ടീഷനിങ് ഒന്നുമില്ലാത്ത പ്ലെയിനിൽ കയറ്റി ഇവിടെ വിടാന്ന് പറയുന്നതിൻ്റെ ഒരു ക്രൂരത എന്താ? ബട്ട് ഈസ് ട്രൈങ് ടു ഗീവ് എ മെസ്സേജ്, ഞാൻ എന്തും ചെയ്യും. അല്ലെങ്കിൽ ഒരു രാജ്യം അയാൾ പറയാ ഐ ആം ഗോയിങ് ടു ടേക്ക് ഇറ്റ് ഓവർ. ആ പനാമ ടേക്ക് ഓവർ ചെയ്യുക, ഗ്രീൻലാൻഡ് ടേക്ക് ഓവർ ചെയ്യുക. സോ ഇത് ശരിക്കും പറഞ്ഞാലേ എലോൺ മസ്കിൻ്റെ ആ സല്യൂട്ടില്ലേ, അതാണ് കേട്ടോ ഇതിൻ്റെ പ്രതീകം. ഇത് അന്നത്തെ ഒരു ആശ്രിതത്തിൻ്റെ ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് രാജ്യങ്ങളിലൊന്നിലേക്കുള്ള തിരിച്ചുവരവ്. അങ്ങ് പറഞ്ഞത് 1930-ലെ ക്രൈസിസുമായിട്ട് ഒരു സമാനത പറഞ്ഞല്ലോ. അത് അതിലെ നമ്മൾ ആ കാലത്ത് എഴുതിയ ഗ്രേപ്സ് ഓഫ് റാത്ത്, ജോൺ സ്റ്റീൻബാക്കിൻ്റെ ആ നോവലിനകത്ത് പറഞ്ഞ പോലെയുള്ള ഒരു മൈഗ്രേഷൻ, ഇതേപോലെയുള്ള കഷ്ടപ്പാടുകൾ നിറഞ്ഞൊരു മൈഗ്രേഷൻ വീണ്ടും നമ്മൾ 100 വർഷത്തിന് ശേഷം വീണ്ടും കാണുകയാണ്. അത് ഇപ്പോൾ ഈ ചൈനയെ പോലെയുള്ള മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ഇപ്പോൾ ഒരു ട്രേഡ്, മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ട്രേഡ്, ഇന്ത്യയുടെ ട്രേഡ്, പ്രത്യേകിച്ച് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ആംസ് മാർക്കറ്റാണ്. റഷ്യയിൽ നിന്നുള്ള നമ്മൾ വാങ്ങിക്കുന്നുണ്ട്, അമേരിക്ക നമ്മുടെ മൂന്നാമത്തെ ബയറാണ്. പക്ഷെ ഈ ഒരു നമ്മുടെ ആ ട്രേഡ് ഇക്വേഷൻസിനെ അതെങ്ങനെ എഫക്റ്റ് ചെയ്യും ഇന്ത്യയുടെ മറ്റുള്ള? Now 1930s അന്നത്തെ ക്രൈസിനോടുള്ള റെസ്പോൺസ് ആയിരുന്നു ജർമ്മൻ ഫാസിസം, ഇറ്റാലിയൻ ഫാസിസം അല്ല. ആൻഡ് ഇറ്റ് വർക്ക്ഡ്. ഈ രാജ്യങ്ങളാണ് ആഗോള മാന്ദ്യത്തിൽ നിന്ന് ആദ്യം പുറത്തു കിടന്നത്. ജർമ്മനിയാണ് ഫുൾ എംപ്ലോയ്മെൻ്റ് ആദ്യം എത്തിയത്, ഇറ്റലിയാണ് എത്തിയത്. യുദ്ധം തുടങ്ങിയതിന് ശേഷം ബ്രിട്ടനുമൊക്കെ റിസഷനിൽ നിന്ന് പുറത്തു കിടന്നത്. ഇത് ചെയ്യാൻ ട്രംപിന് കഴിയില്ല. ദാറ്റ്സ് 30കളും ഇന്നുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയും. കാരണം അദ്ദേഹം ഇറക്കുമതി ചെയ്തിരിക്കുന്ന ടാരിഫ് വെക്കുന്നു. ബട്ട് യു വിൽ ഹാവ് ടു പേ ദ പ്രൈസ്. നാട്ടിൽ അവിടെ വില ഉയരും, അത് വേറെ പ്രശ്നങ്ങൾക്കിടയാക്കും. സെക്കൻഡ്ലി വില ഉയർന്നു കഴിഞ്ഞാൽ അമേരിക്കയിൽ ഫിനാൻസ് ക്യാപിറ്റലിൽ നിൽക്കണമെന്നില്ല. വില കുറവ്, ഇൻഫ്ലേഷൻ കുറവുള്ള രാജ്യത്തേക്ക് അവർക്ക് പോകാം. ട്രംപിനെ തടയാൻ പറ്റണമെന്നില്ല. അപ്പം കാര്യങ്ങൾ വളരെ സങ്കീർണമാണ്. പക്ഷേ ട്രംപിൻ്റെ ലക്ഷ്യം, ഒരു ടാർഗറ്റ് ഇതാണ്. ഇന്ത്യ മാത്രമല്ല, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ചൈന, ദീസ് ആർ ദി എമർജിങ് എക്കോണമീസ്. ഞാൻ പറയാം, ലോകം ഒരു ലോങ് റൺ കോൺട്രാക്റ്റീവ് സൈക്കിളിൻ്റെ അപ്സ്വിങ്ങിലാണ്. നമുക്ക് 10 വർഷം കൂടുമ്പോൾ ഉള്ള ഉയർച്ച താഴ്ചകൾ പരിചിതമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ 60-70 വർഷം നീണ്ടു നിൽക്കുന്ന ലോങ് സ്വിങ്സ് ഉണ്ട്. ആ ഓരോ സ്വിങ്ങും അപ്സ്വിങ്ങും പുതിയ ലോക മേധാശക്തികളെ കൊണ്ടുവരുന്നു. സോ ഇപ്പോൾ ലോകത്തെ ഈ ലോങ് ഡൗൺ സ്വിങ്ങിൻ്റെ കാലത്ത് പഴയ ഹെജമണിക് രാജ്യങ്ങളെല്ലാം പുറകോട്ടടിക്കുകയും ചൈന പോലുള്ളവ മുന്നോട്ട് വരികയും ചെയ്യുന്നു. ഇന്ത്യയും അതിൻ്റെ ഭാഗമാണ്. സോ ഇറ്റ്സ് ആൻ അറ്റംപ്റ്റ് ടു കണ്ടെയ്ൻ ജസ്റ്റ് നോട്ട് ചൈന, ഈ എമർജിങ് എക്കോണമീസ്. പക്ഷേ ഇന്ത്യ അത് തിരിച്ചറിയുന്നില്ല, ഇങ്ങനൊരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത്. ബട്ട് China has become too big to be controlled. Look at the way. ടാരിഫ് ഉയർത്തി 5% കൂടി കൂടുതൽ ടാരിഫ് അങ്ങോട്ട് വെച്ചു കൊടുക്കും. ചൈന ഹാസ് ഓൾറെഡി ഡൈവേഴ്സിഫൈഡ്. ആ റോഡ് ബെൽറ്റ് പ്രോഗ്രാം എന്താ? അമേരിക്കൻ ഡോളറിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കുന്നുകൂട്ടി വെച്ചാൽ അമേരിക്ക നാളെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഈ പണമെല്ലാം ലോകത്തെമ്പാടും അസറ്റുകളാക്കി മാറ്റുകയാണ്. അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അവർ ലോകത്തെമ്പാടുമുള്ള അസറ്റുകളാക്കി മാറ്റുന്നു. ഒരു സ്ട്രാറ്റജിക് മൂവ്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ട്രംപ് ഈസ് ഗോയിങ് ടു ഗെയിൻ ഇൻവോൾവ്. ഇന്ത്യ എന്തൊക്കെ പറഞ്ഞാലും ഗട്ട്സ് വേണമെന്ന് ആ കൊളംബിയൻ പ്രസിഡന്റ് ചെയ്ത് പോലും പറയാൻ പറ്റിയോ? പാർലമെന്റിൽ പറയണ ഇന്ത്യക്കാരനെ വിലങ്ങ് വെച്ച് മിലിറ്ററി എയർക്രാഫ്റ്റിൽ 40 മണിക്കൂർ കയറ്റി കൊണ്ടുവന്നതിന് അവരുടെ രാജ്യത്തെ നിയമമാണ്. നോട്ട് ഇവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുക, വിംബ്രോ പ്രൊട്ടസ്റ്റ്. ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വന്നതുകൊണ്ട് പറയാണ്, ഇന്ത്യൻ അതായത് പഴയ ട്രഡീഷണൽ ഇഷ്യൂ ആണ് നമ്മുടെ മാറ്റമില്ലാത്ത, നമ്മൾ മാറ്റം എന്നാണ് സബ്ജക്റ്റിലും തീരെ മാറ്റമില്ലാതെ തുടരുന്നത്
സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പാണ്. ഇപ്പം ഇന്നൊരു ബജറ്റ് പ്രസൻറ്റ് ചെയ്ത ദിവസമാണ്. അപ്പോഴും നമ്മൾക്ക് ഏറ്റവും വലിയ കൺസ്ട്രെയിൻ്റ് ആയിട്ട് നിൽക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള ട്രാൻസ്ഫേഴ്സ്, ഫൈനാൻസ് കമ്മീഷൻ വഴിയുള്ള ട്രാൻസ്ഫേഴ്സ്. അത് ഇപ്പോഴല്ല, 10-20 പല കൊല്ലമായിട്ട് ഏത് സർക്കാർ വന്നാലും, പിന്നെ വിരുന്നുകാർ വന്നാലും പെരുന്നാൾ വന്നാലും കോഴിക്ക് സൗകര്യം ഇല്ല എന്ന് പറയുന്ന പോലെ നമുക്ക് കേരളത്തിന് പ്രത്യേകിച്ച് പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റേറ്റിന് അതിൻ്റെ ഇൻസെൻറ്റീവ്സ് തരുന്നതിന് പകരം പണിഷ് ചെയ്യുന്ന വിധത്തിൽ സംഭവിക്കുക ചെയ്യും. ഈ ഒരു ഇതൊരു കണ്ടിന്യൂസ് സർക്കിളാണ്. എല്ലാ വർഷവും അത് സംഭവിക്കുമ്പോൾ എല്ലാ ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് വന്ന് പരാതി പറയും. പക്ഷെ നമുക്കതിനൊരു പരിഹാരമില്ല. ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ എന്താണ് മാർഗം? ജസ്റ്റ് ലൈക്ക് ട്രംപ്, ലോകത്തെ രാജ്യങ്ങൾക്ക് വ്യത്യസ്തയുണ്ട്, വ്യത്യസ്ത താല്പര്യമുണ്ട്, ലോകം അങ്ങനെയാണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം ഈസ് ട്രൈങ് ടു മേക്ക് ദ വേൾഡ് ഇൻ ദിസ് ഇമേജ്. അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെ പാരമ്പര്യവും സംസ്കാരവും വികസന പാതകളും ഒക്കെ ഉണ്ടെന്ന് അംഗീകരിച്ച് അതിനുള്ള സ്പേസ് കൊടുക്കണം. അത് ഡിനൈ ചെയ്യാണ് ടോട്ടലി. സോ ദാറ്റ് ഇന്ന് കേരളത്തിന് വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കേന്ദ്രത്തെ ഡോട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ള പരിശോധിക്കേണ്ടി വരും. ഐ ജസ്റ്റ് ബീൻ റീസെൻ്റ്ലി ടു ശ്രീലങ്ക. അപ്പം അവിടുത്തെ മെയിൻ പ്രശ്നം എന്താ? IMFനെ എങ്ങനെ ഒഴിഞ്ഞു മാറി എന്തെങ്കിലും നാട്ടിൽ ചെയ്യാൻ പറ്റൂ? അത്രക്ക് കർശനമായ നിബന്ധനകളാണ്. സോ ഹിയർ ഇസ് എ സെൻറ്റർ ദാറ്റ് ഈസ് ഇമ്പോസിങ് വെരി റിജിഡ് നോംസ്, റൂൾസ് ഓൺ അസ്. നമ്മൾ ഇന്ന് എന്താ കേരളത്തിന് വേണ്ടത്? കേരള റിക്വയർസ് മോർ ഫിസിക്കൽ സ്പേസ് ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ ഡെഫിസിറ്റ്. കാരണം ഇന്നാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ നടത്തുന്നത്. ടേക്ക് ബീഹാർ, അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ അല്ല, അവർക്ക് റവന്യൂ ഡെഫിസിറ്റിന് കൂടുതൽ കൊടുക്കുകയും ചെയ്യണ്ടേ? ബീഹാറും UP എല്ലാം കേരളത്തിലെ പോലെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ഊന്നുകയാണെങ്കിൽ ദേ വിൽ ബ്രേക്ക് ഔട്ട്. അതിന് പകരം അവർ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ മൾട്ടിപ്ലയർ ഇഫക്റ്റ് 0ആണ്. അടുത്ത നിമിഷം ഇതെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകും. കേരളം, ബിമാരു സംസ്ഥാനങ്ങളും കേരളവും താരതമ്യപ്പെടുത്തിയാൽ എത്രയോ വ്യത്യസ്തമായിട്ടുള്ള സ്ട്രാറ്റജിയാണ് വേണ്ടത്, ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് വേണ്ടത്. ബട്ട് ഹിയർ ഈസ് ദ സെൻറ്റർ ട്രൈങ് ടു ഇമ്പോസ് ദ സെയിം യൂണിഫോം സ്ട്രാറ്റജി അക്രോസ് ദ കൺട്രി. ഒറ്റ രാജ്യം എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും. വിഭവശേഷി നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള എക്സ്ട്രാ ഫിസിക്കൽ സ്പേസ് ഉണ്ടാക്കാനായിട്ട് അങ്ങ് മന്ത്രി എന്ന കാലത്ത് ഡിവൈസ് ചെയ്തൊരു മെക്കാനിസമാണ്, ഓഫ് ബജറ്റ് മെക്കാനിസമാണ് കിഫ്ബി. ഒരു ആനുവിറ്റി മോഡലാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ എല്ലാ വികസനത്തിനുമുള്ള പൈസ കിഫ്ബിയുടെ എന്നുള്ള കച്ചിത്തുരുമ്പിൽ മാത്രം കൃത്യമായിട്ട് പോയിസ്റ്റാണ്. ആ കിഫ്ബി ആണെങ്കിൽ അത് ലോൺസുമായിട്ട്, അതായത് സ്റ്റേറ്റിൻ്റെ ലോൺസിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ അതിൻ്റെ ഒരു ആശയക്കുഴപ്പത്തിൽ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കിഫ്ബിയുടെ മേലാണ് ഇപ്പോൾ ഇന്നത്തെ ബജറ്റ് മുഴുവൻ റെസ്റ്റ് ചെയ്യുന്നത്. ആ കിഫ്ബി ഇങ്ങനെ ഒരു ഓഫ് ബജറ്റ് മെക്കാനിസം വളരെ ഇന്നോവേറ്റീവായിട്ട് അങ്ങ് നിർമ്മിച്ചതിന് ശേഷം അതിനെ ഷേപ്പപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഈ സിറ്റുവേഷനിൽ ഏതാണ്ട് 33,000 crore പ്രോജക്ട്സ്, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അതൊരു ജാരസന്ധതിയാണെന്നുള്ള മട്ടിലാണ് അതിനെക്കുറിച്ചിട്ടുള്ളൊരു സാമ്പത്തിക ഫോറംസിൽ ഡിസ്കഷൻ വരുന്നത്. എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച്, അതിൻ്റെ ഒരു ഇന്നോവേറ്റീവ് പ്രസക്തിയെക്കുറിച്ച് വേണ്ട വിധത്തിൽ സിമ്പിളായിട്ട് ജനങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ക്യാമ്പയിൻ നടത്താൻ അങ്ങ് കഴിയാത്തത്? ഈ ധനമന്ത്രി എന്ന് പറഞ്ഞാലേ ഈ വരവഞ്ചല ഒപ്പിക്കുന്ന കണക്കപ്പിള്ളയല്ല. ഈ നാട്ടിലെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെർസ്യൂ ചെയ്യാനുള്ള ഫിനാൻസ് റിസോഴ്സ് മൊബിലൈസേഷനാണ്. കേരളത്തിന് ഇന്ന് എന്താ വേണ്ടത്? കേരളത്തിന് ഇന്ന് ഇന്ത്യയിലുണ്ടാകുന്ന വികസനത്തിൽ പങ്ക് ചേരണമെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റ് മറികടക്കണം, which requires an investment of some 2-3 lakh crores of rupees
2-3 lakh crores rupees നമുക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ 25-30 വർഷം കൊണ്ട് ബഡ്ജറ്റിൽ നിന്ന് ചിലവാക്കാൻ പറ്റും. അപ്പോഴത്തെ ലോകം വേറെ വഴിക്ക് പോകുന്നു. സോ 25 വർഷം കൊണ്ടല്ല, ഇന്ന് കണ്ടെത്തണം. സോ യു ഡിവൈസ് മെത്തേഡ് വിച്ച് ആർ നോട്ട് ലീഗൽ, പെർഫെക്റ്റ്ലി ലീഗൽ ആൻഡ് വിച്ച് വർക്ക്സ്. ഇപ്പോൾ പറഞ്ഞ പോലെ കിഫ്ബി വഴി നമുക്ക് റിസോഴ്സുകൾ മൊബിലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ദേശീയപാത 6000 കോടി ഇവിടുന്ന് എടുത്ത് കൊടുത്തോണ്ടല്ലേ 65,000 കോടി രൂപയുടെ നിക്ഷേപം വന്നത്. നൗ ക്യാപിറ്റൽ സിറ്റി റീജിയൻ ഡെവലപ്മെൻറ്റ്, മേ ബി ഭൂമിയൊക്കെ എറിയാൻ വേണ്ടി 4,000-5,000 കോടി വേണം. പക്ഷെ 1,00,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ പ്രദേശത്ത് വരാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു ഫിനാൻഷ്യൽ ഡിവൈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി, വിച്ച് ഇസ് പെർഫെക്റ്റ്ലി ലീഗൽ. അതുവരെയും നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. ക്യാപിറ്റൽ സിറ്റി റീജിയൻ ക്യാപിറ്റൽ സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം, അത് ടെൻഡർ വിളിച്ചത് എങ്ങനെയാ? 20 വർഷം കൊണ്ടേ പണം തരത്തുള്ളൂ. അവൻ ടെൻഡർ വിളിക്കുന്ന കരാറുകാരൻ വായ്പ എടുത്ത് പണിതോണം. അപ്പോൾ എസ്റ്റിമേറ്റിൽ എൻ്റെ പലിശ കൂടി ചേർത്തോ? ഇതാണ് ആന്യൂറ്റി പ്രോഗ്രാം. ഞാൻ നോക്കിയപ്പോഴേ 20% പലിശ കൊടുക്കുന്നത്, ഇംപ്ലിസിറ്റ്. എന്തിനാ? നമ്മൾ കിഫ്ബി ഉണ്ടാക്കി, കിഫ്ബി വായ്പ എടുക്കും, കിഫ്ബിക്ക് ഒരു ആന്യൂറ്റി എല്ലാ വർഷവും കൊടുക്കാൻ തീരുമാനിക്കുന്നു. സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ വേറൊരു ഭാഷയാണ് ഇട്ടത്. സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം മോശമാണെന്നോ അത് അനുസൃതമായ വായ്പയാണെന്നോ ആരെങ്കിലും പറയുന്നുണ്ടോ? പക്ഷെ സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം 2,000-3,000 കോടിയാണ്. ഇതിപ്പോൾ 87,000 കോടി രൂപയാണ്. സോ ഇറ്റ്സ് ഹ്യൂജ്. അപ്പോൾ വിസിബിലിറ്റി വന്നു. ഒരു സംസ്ഥാനം ഇങ്ങനെ പണം ഉണ്ടാക്കുന്നു, ഇങ്ങനെ പണം ലിവറേജ് ചെയ്യുന്നു. അപ്പം അതിനെതിരായിട്ട് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. തടസ്സം സൃഷ്ടിച്ചാൽ നമ്മൾ നിർന്നു പോകാനല്ല. യു ഹാവ് ടു ഡിവൈസ് ന്യൂ മെത്തേഡ്സ്. Maybe, I'm not saying it is going to happen. Okay, convert into a revenue model. Revenue model where നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവനും 2-3 ഒരു 10 വർഷം കൊണ്ടോ, സിറ്റി റോഡ് പ്രോഗ്രാം പോലെ 20 വർഷം കൊണ്ടല്ല, 75 വർഷം കൊണ്ട് ഇതിൻ്റെ പണം റീകൂപ്പ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ കൊടുക്കുന്ന പാസ് പണമില്ലേ, ടോള്, അത് നിസ്സാരമായിരിക്കുന്നു. 5-10 രൂപ. അത് നിങ്ങളുടെ മോഡൽ ഇങ്ങനെ ആക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. 2 വീലറിന് വേണ്ട, 3 വീലറിന് വേണ്ട, പ്രദേശവാസികൾക്ക് വേണ്ട, പിന്നെന്താ കുഴപ്പം? See, this is a fight. There is a set of people ruling Delhi who do not accept you. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവകാശമുണ്ട്, ചിന്തിക്കാത്തവരാണ്. സോ ഇറ്റ്സ് എ ബാറ്റിൽ. അവർ നിലപാടെടുക്കുമ്പോൾ മറിച്ചൊരു നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടി വരും. ട്രംപ് അങ്ങനെ പറയുമ്പോൾ നമ്മൾ വേറെ തന്നെയാണ് ഉണ്ടെങ്കിൽ വേറൊരു പരിപാടി ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെയാണ് വേൾഡ് ഇങ്ങനെ റൈറ്റ് വിങ് ഫാസിസ്റ്റുകളുടെ കയ്യിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി ഹാവ് ടു ബി വെരി വിജിലൻറ്റ് എന്ന് ഞാൻ പറയും. ആ വിജിലൻസ് നമ്മുടെ കേരളത്തിലെ എക്കോണമിയുടെ കൂട്ടത്തിൽ ഈ ബജറ്റ് പ്രസൻറ്റ് ചെയ്തതിനകത്ത് ഒരു വലിയ ലാക്യുന തോന്നി. കാരണം എന്താ, പ്രത്യേകിച്ച് നമ്മുടെ ഡെമോഗ്രഫി വളരെ സാരമായി മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ഹൃദയരാജൻ്റെ ഈയിടെ ഒരു സ്റ്റഡിയിൽ വന്നു. പ്രത്യേകിച്ച് നമ്മുടെ എമിഗ്രേഷൻ ഈവൻ വളരെ ഹൈ ആണ്. കുട്ടികളെല്ലാം, ഒന്നാമത്തെ കാര്യം ബർത്ത് റേറ്റ് വളരെയധികം കുറയുന്നു, കുത്തനെ കുറയുന്നു. പിന്നെ അത് മാത്രമല്ല മൈഗ്രേഷൻ വളരെയധികം കൂടുന്നു. മൈഗ്രൻസിലെ 12% സ്റ്റുഡൻറ്റ് മൈഗ്രൻസ് ആണ്. അതിൽ തന്നെ പണ്ടൊക്കെ ഒരു കോളേജ് ലെവൽ കഴിഞ്ഞിട്ടേ മൈഗ്രേറ്റ് ചെയ്തിരുന്നുള്ളൂ. ഇപ്പോൾ സ്കൂൾ ലെവലിൽ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കാൻ പുറത്തേക്ക് പോകുന്നു, അവിടെ ചെന്നിട്ട് വേറെ ജോലിയിലേക്ക് പോകുന്നു. ഇതെല്ലാം അത് മാത്രമല്ല, ഇവിടെ ഒരു ഓൾഡ് ഏജ് ഗ്രേയിങ് ഓഫ് ദ പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം അഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മുടെ പലതരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. താമസത്തിൽ അതെന്തുകൊണ്ട് നമ്മുടെ ബജറ്റിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല? ബജറ്റിൽ ആ ഇഷ്യൂസിനെ എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല? 2 ഇഷ്യൂസ് സൂചിപ്പിച്ചത്. ആദ്യത്തിനോട് പ്രതികരിക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ തോന്നുന്നു. നമ്മുടെ ഡെമോഗ്രഫി മാറിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മൾ കുട്ടികളുടെ ഒരു സംസ്ഥാനമായി നിന്ന് പ്രായമുള്ളവരുടെ സംസ്ഥാനമായിട്ട് മാറുകയാണ്. കേരളത്തിൻ്റെ പെരുമ എന്താണെന്നറിയാമോ? കുട്ടികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരുന്ന കാലത്ത് അവർക്ക് ബെസ്റ്റ് കെയർ ഇന്ത്യയിൽ ഏറ്റവും നല്ല സ്കൂള്, ആശുപത്രി സൗകര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. സോ ദാറ്റ് നമ്മുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ലോകത്തെ ഏറ്റവും താഴ്ന്ന ഒന്നാണ്. നൗ ട്രാൻസിഷൻ എന്താണ്? വയോജനങ്ങളുടെ നാടാൻ വീണ്. പ്രശ്നം എന്താണെന്നറിയാം? കുഞ്ഞുങ്ങളെ രക്ഷാകർത്താക്കളും നോക്കും, അത് സഹജവാസനയാണ്. പക്ഷിമൃഗാദികളും അങ്ങനെയാണ്. പക്ഷെ പ്രായമുള്ളവരെ മക്കൾ നോക്കണമെന്നില്ല. അത് നമ്മൾ പക്ഷിമൃഗാദികൾ നോക്കിയാൽ അതില്ല. സോ ഹൗ ഡു യു മാനേജ് ദിസ് ന്യൂ സൊസൈറ്റി ദാറ്റ് ഈസ് എമർജിങ്? ഇതാണ് ചലഞ്ച്. സോ വെസ്റ്റേൺ കൺട്രീസ് കണ്ടെത്തിയ ഉത്തരം ഇവരെയൊക്കെ വയോജന കേന്ദ്രങ്ങളിലാക്കാന്നുള്ളതാണ്. അത് നമ്മുടെ കൾച്ചറിന് നമുക്ക് അക്സെപ്റ്റബിൾ. KG ജോർജിൻ്റെ മരണത്തിലുണ്ടായ വിവാദം ഒന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പോൾ നമുക്ക് അക്സെപ്റ്റബിൾ അല്ല കൾച്ചറലി, രണ്ട് ഫിനാൻഷ്യലി നമുക്ക് ഫീസിബിൾ അല്ല. അപ്പോൾ പിന്നെന്താ? ഞാൻ മരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ജനലൊക്കെ അടുത്ത് പുറത്ത് ആ മരവും കണ്ട് മരിക്കണമെന്ന് ആഗ്രഹം, അല്ലാതെ എവിടെയെങ്കിലും ആശുപത്രി മുറിവ് കിടക്കാനല്ല. വാട്ട് എ ട്രാജഡിയാ! കേരളത്തിലെ 88% മരണവും ആശുപത്രിയിലാണെന്ന്. 80%. അമേരിക്ക പോലും 40% ആശുപത്രി കിടന്ന് മരിക്കുന്നുള്ളൂ. സോ എന്താ, വീട്ടിൽ ഇത് നോക്കാനുള്ള സൗകര്യമില്ല. അത് ആ ബേർഡൻ ഏറ്റെടുക്കാൻ വയ്യ. സോ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഹാവ് എ ഡീസൻറ്റ് ഡെത്ത് ഇൻ യുവർ ഹൗസ്, ഇൻ യുവർ ഫാമിലി സറൗണ്ടിങ്സ്. അതാണ് ചലഞ്ച് ഓഫ് കേരള. ഈ പുതിയ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് ഇതാണ്. ആ ചലഞ്ചിൽ എന്താ ചെയ്യാൻ പറ്റുക? ഓക്കെ, കിടപ്പ് രോഗികളവരുടെ മുഴുവനും ഉത്തരവാദിത്വം കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത പോലെ കമ്മ്യൂണിറ്റി ഏറ്റെടുക്കണം. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ബാക്കിയുള്ള വയസ്സന്മാരും എന്നെപ്പോലുള്ളവരൊക്കെ യു മസ്റ്റ് ഹാവ് എ പ്രോഗ്രാം ഫോർ ഹെൽത്തി ഏജിങ്, മൈക്രോ ഹെൽത്ത് പ്രോഗ്രാം ഫോർ ഹെൽത്തി ഏജിങ്, സോ ദാറ്റ് ഈ ചെറുപ്പക്കാരായ വയസ്സന്മാർ മതി കിടപ്പായിട്ടുള്ള വയസ്സന്മാരെ നോക്കാനായിട്ട്. യു ഹാവ് ടു ഹാവ് സോഷ്യൽ എക്സ്പെരിമെൻറ്റേഷൻ ഓൺ ദിസ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നൂതന ചിന്തകളും പരീക്ഷണങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണ്.